ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ വിമാനം 2009 അതിൻ്റെ പരീക്ഷാ പറക്കൽ നടന്നു. 2011 അത് കമേഴ്ഷ്യൽ ഫ്ലൈറ്റ് തുടങ്ങി. സമയത്ത് തന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സുരക്ഷ സംബന്ധിച്ച ചില ആരോപണങ്ങൾ ഉയർന്നു വന്നു. അത് നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് അതിൻ്റെ പ്രശ്നം. സാം സാലേപൂർ എന്ന് പറഞ്ഞ ബോയിങ്ങിലൊരു എഞ്ചിനീയറാണ് ഇത് സംബന്ധിച്ച് ആദ്യത്തെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇദ്ദേഹത്തെ ഒരു വിസിൽ ബ്ലോവറായിട്ടാണ് കാണുന്നത്. ഇദ്ദേഹം തുറന്നു പറയുകയാണ് ചെയ്തത്. ഇതിൽ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നാണ് സാലേപൂരിൻ്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. നിർമ്മാണത്തിൽ അപാകത സംബന്ധിച്ച് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നു. വിമാനങ്ങൾ യോജിപ്പിക്കുമ്പോൾ ചില പാർട്സുകൾ യോജിപ്പിക്കുമ്പോൾ അതിൽ ഗ്യാപ്പ് വരുന്നു. ഈ ഗ്യാപ്പ് ഇവർ ഈ സുരക്ഷാ പരിശോധനയിൽ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഗ്യാപ്പ് വരുന്നത് മൊത്തത്തിൽ അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയെ ബാധിക്കും, എയർക്രാഫ്റ്റിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ വിമാനത്തിൻ്റെ പാർട്സ് എന്ന് പറഞ്ഞാൽ വലിയ പാർട്സാണ്. ഇത് രണ്ടും യോജിപ്പിക്കുമ്പോൾ സാധാരണ യന്ത്രങ്ങൾ ഉപയോഗിച്ചൊക്കെയാണ് അത് യോജിപ്പിക്കുക. നെട്ടും ബോൾട്ടും മുറുക്കുന്നതാവട്ടെ അല്ലെങ്കിൽ വെൽഡിംഗ് ആവട്ടെ. ഇതിൽ വിമാന കമ്പനിയിലെ ജീവനക്കാർ എടുത്ത് ചാടി ടാർസൻ ചാടും പോലെയൊക്കെ ചാടിയിട്ട് ഈ സാധനങ്ങൾ യോജിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല, അതിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുമെന്നാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊന്ന്, ഈ ആരോപണങ്ങൾ ഇദ്ദേഹം ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ സ്ഥലം മാറ്റിയല്ല, ഈ ആരോപണങ്ങൾ അദ്ദേഹം കമ്പനിയിൽ ആക്ഷേപമായിട്ട് ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തെ മീറ്റിങ്ങിന് വിളിക്കാതായി. പിന്നെ അദ്ദേഹത്തെ ഈ ഡ്രീം ലൈനർ ഉണ്ടാക്കുന്ന നിർമ്മാണ യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ടാണ് ബോയിങ് കമ്പനി അതിനോട് പ്രതികരിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഇത്തരം വിമാന കമ്പനികളുടെ പ്രവർത്തനം, അതിൽ വിമാന നിർമ്മാണമൊക്കെ പരിശോധിക്കുന്ന ഏജൻസി, അവരതേക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണം ഇപ്പോഴും ഓൺഗോയിങ് ആണ്. ഇനി മറ്റൊരു കാര്യം, മറ്റൊരാൾ കൂടി, ഇദ്ദേഹം സാലേപൂർ മാത്രമല്ല ഈ വിഷയം ഉന്നയിച്ചത്, ജോൺ ബാർണറ്റ് എന്ന് പറയുന്ന ബോയിങ്ങിലെ ക്വാളിറ്റി കൺട്രോൾ മാനേജറാണ് അദ്ദേഹം സമാനമായ പ്രശ്നങ്ങൾ ഈ ഡ്രീം ലൈനറെ കുറിച്ച് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. അദ്ദേഹം വെളിപ്പെടുന്നത് 2017 അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ ഡ്രീം ലൈനറിന്റെ സുരക്ഷയേക്കാൾ ഇവർ ഇതിന്റെ വേഗതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് അതായത് ഇതിന്റെ മൈലേജ് മീൻസ് ഭാരക്കുറവ്, വേഗത തുടങ്ങിയ കാര്യങ്ങൾക്കാണ് സുരക്ഷയേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെത് കുറച്ചുകൂടി, അദ്ദേഹം ക്വാളിറ്റി കൺട്രോൾ മാനേജറാണ്, അദ്ദേഹത്തിൻ്റെ കുറച്ചുകൂടി ഗൗരവമുള്ള ആരോപണങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഉപയോഗിക്കുന്ന പലതും നിലവാരം കുറഞ്ഞ മെറ്റീരിയൽസ് ആണ്, ക്വാളിറ്റി ഇല്ല. മറ്റൊന്ന്, സുരക്ഷാ പരിശോധനയിൽ വീഴ്ച. ഈ സുരക്ഷാ പരിശോധനയിൽ വീഴ്ച എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രമാത്രം സെൻസിറ്റീവാണ് ഇതിൻ്റെ ഇലക്ട്രോണിക്സ്, അതുപോലെ സെൻസറുകൾ, ഇതെല്ലാം. അതായത് വയറിങ്, ഒരു വിമാനത്തിനകത്ത് ഉപയോഗിക്കുന്ന വയർ കിലോമീറ്ററുകൾ കണക്കിന് നീളമുണ്ടാവും. അപ്പോൾ ഈ വയറിങ്, അതുപോലെ സെൻസർ, ഇതെല്ലാം വളരെ സെൻസിറ്റീവാണ്. ഇദ്ദേഹം നോക്കുമ്പോൾ ഈ വയറിങ്ങിനകത്ത് മെറ്റൽ കഷ്ണങ്ങൾ, അതായത് വയറൊക്കെ വലിച്ചു കൊടുത്ത് ഈ വെൽഡിങ്ങിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടോ ഡ്രില്ലിങ്ങിൻ്റെ ഭാഗമായിട്ടോ വരുന്ന ചെറിയ ചെറിയ മെറ്റൽ കഷ്ണങ്ങൾ കുടുങ്ങി കിടക്കുന്നു വയറിനിടയിൽ. അത് വലിയ തോതിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അപ്പോൾ വയറിങ്ങൾക്കിടയിൽ ലോഹ കഷ്ണങ്ങളുള്ള അതുപോലും ശ്രദ്ധിക്കാതെ, ഈ ക്വാളിറ്റി ചെക്കിൽ അതുപോലും ശ്രദ്ധിക്കാതെ വിമാനങ്ങൾ പുറത്തേക്ക് വിടുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഗാർബേജിൽ നിന്ന് പറക്കിയെടുക്കുന്ന ലോഹ കഷ്ണങ്ങൾ ഉപയോഗിച്ച് വിമാനങ്ങളിൽ ഫിറ്റ് ചെയ്യുന്നു. കുപ്പത്തൊട്ടിയിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ടുവന്ന് വിമാനങ്ങളിൽ ഫിറ്റ് ചെയ്യുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഷോർട്ട് സർക്യൂട്ടിന് സാധ്യതയുണ്ട്. ഈ ആരോപണം കുറെ കൂടി ഗൗരവമുള്ളതാകാൻ കാരണം പിന്നീട് പല ഘട്ടങ്ങളിൽ ഈ ഡ്രീം ലൈനറിൽ തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പല വിമാനത്താവളങ്ങളിൽ നിന്ന് തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. അപ്പോൾ അതുപോലെ ക്യാബിനിലെ ഓക്സിജന്റെ ലഭ്യത കുറയുന്ന രീതിയിലാണ് അതിൻ്റെ സെറ്റിങ്സ് എന്നും പറയുന്നത്. അത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ക്യാബിനിൽ ഓക്സിജൻ ലഭ്യത കുറയുമെന്ന് കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെയാണോ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം, ഇദ്ദേഹം ഉന്നയിച്ച വിഷയത്തിൽ ഇതേ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അതിലെ അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണത്തിൻ്റെ ലീഗൽ പ്രോസസ്സ് ഓൺഗോയിങ് ആയിരിക്കെ വളരെ പൊടുന്നനെ അദ്ദേഹം 2017 അദ്ദേഹം വിരമിച്ചതിന് ശേഷവും ഈ ലീഗൽ പ്രോസസ്സ് തുറന്നുകൊണ്ടിരിക്കെ ഇദ്ദേഹം വെടിയേറ്റ് മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തി. ആ വെടിയേറ്റ് മരിച്ച നിലയിൽ അദ്ദേഹം ഒരു സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പോലീസ് അന്വേഷണത്തിൽ അത് സൂയിസൈഡാണ് എന്നാണ് കരുതിയത്. പക്ഷെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഇതിന് പിന്നിൽ ഈ പറയുന്ന ബോയിങ് കമ്പനിയാണെന്ന് ആരോപിച്ചുകൊണ്ട് ഇദ്ദേഹം എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു, ഒരു വിസിൽ ബ്ലോവർ എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു? കാരണം ഇതൊരു വലിയ കേസാണ്. അപ്പോൾ ഇതിൽ ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഷോർട്ട് സർക്യൂട്ടാണ്. ഇതുപോലുള്ള സമാനമായ തീപിടുത്തങ്ങൾ പല ഈ ഡ്രീം ലൈനറിലും പല എയർപോർട്ടിലും വെച്ചുണ്ടായിട്ടുണ്ട്. ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ ആളുകൾ മരിക്കുന്ന അപകടങ്ങളല്ല. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഓസ്ട്രേലിയ സിഡ്നിയിൽ നിന്ന് ന്യൂസിലാൻഡിലെ ഓക്ലാൻഡിലേക്ക് ഫ്ലൈറ്റ് പോകുന്നതിനിടയ്ക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെ എയർ പോക്കറ്റിൽ വീഴ് 50 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ വിമാനത്തിൻ്റെ കുഴപ്പമെന്ന് പറയാൻ കഴിയില്ല, അതൊരു ആക്സിഡൻ്റ് ആണ്. പക്ഷേ ഈ തീപിടുത്തം പോലുള്ള കാര്യങ്ങൾ, അതുപോലെ ലാൻഡിങ് ഗിയർ ശരിയാവാത്ത അവസ്ഥകൾ, ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് ഫെഡറൽ ഈ അന്വേഷണ ഏജൻസി കണ്ടെത്തിയതാണ്. ഇതിൽ പറയുന്ന പല കാര്യങ്ങളും വസ്തുതയുണ്ടെന്ന് കണ്ടെത്തുകയും
ബോയിങ്ങിനോട് ആ സുരക്ഷാ പരിശോധനയിൽ അത്ര കാര്യങ്ങൾ കൃത്യത വരുത്തുകയും ചെയ്യണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ബോയിങ്ങിൽ ഉണ്ട്. ബോയിങ് വിമാന കമ്പനി ഇത്തരം ആരോപണങ്ങൾ നേരിടുന്നുണ്ട്. ഒരു ജനപ്രിയ മോഡലാണ്, അല്ലെങ്കിൽ വളരെ കംഫർട്ടബിൾ ജേണി നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു മികച്ച വിമാനമാണ് എന്നുള്ളത് കൊണ്ട് സുരക്ഷാപരമായ കാര്യങ്ങളിൽ ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങൾ അതില്ലാതാകുന്നില്ല. ആ പ്രശ്നങ്ങൾ ഇനിയും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വശത്ത് വളരെ ജനപ്രിയമായ, ജനങ്ങൾക്ക് യാത്രക്കാർ വളരെ ഇഷ്ടപ്പെടുന്ന, വിമാന കമ്പനികൾക്ക് ഇഷ്ടപ്പെടുന്ന, കാരണം നല്ല മൈലേജ്, 20% വരെ മൈലേജ് ലാഭമുണ്ട്, അങ്ങനെ പല കാര്യങ്ങളാൽ നല്ലൊരു വിമാനം, അതിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കിപ്പോൾ വരുന്നൊരു വാർത്ത, ബ്രിട്ടീഷ് പൗരന്മാർ കൂടി ഇതിൽ മരിച്ചവർ ഉൾപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് ബ്രിട്ടനിലെ ഒരു എക്സ്പെർട്ട് സംഘം ഇന്ത്യയിലേക്ക് അന്വേഷണത്തിൽ വരുന്നുണ്ട്. അമേരിക്കയിൽ ബോയിങ് വിമാനം അമേരിക്കയിൽ നിർമ്മിക്കുന്നു എന്നുകൊണ്ട് അമേരിക്കയിൽ നിന്നും ഒരു സംഘം ഇപ്പോൾ അന്വേഷണത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ വിമാനത്തിൽ എന്താണ് സംഭവിച്ചത്? അപ്പോൾ ബ്ലാക്ക് ബോക്സ് ഇപ്പോഴും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അരവിന്ദ് അവിടെയുണ്ട്. ബ്ലാക്ക് ബോക്സ് കിട്ടിയാൽ മാത്രമേ അവിടെ എന്ത് സംഭവിച്ചെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇനി ഭാവിയിൽ ഇതിന്റെ സാങ്കേതികപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ ഈ അപകടം ഉണ്ടായതെന്നുള്ള പരിശോധന അങ്ങനെ 3 രാജ്യങ്ങളിൽ, അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഇന്ത്യയുടെയും ഏവിയേഷൻ വിദഗ്ധർ അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്ന് കരുതുന്നു. കൂടുതൽ നല്ല മികച്ച വിമാനങ്ങൾ ബോയിങ്ങിന് ഉണ്ടാക്കാൻ അന്വേഷണത്തിൽ സാധിക്കട്ടെ എന്ന് മാത്രമേ ആഗ്രഹിക്കാം. എന്തായാലും ഈ അപകടത്തോടുകൂടി നേരത്തെ ഉയർന്നു വന്നിട്ടുള്ള സുരക്ഷാ വിമർശനങ്ങൾ, സുരക്ഷ സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ വീണ്ടും ബലപ്പെടുകയാണ് എന്നതാണ്. എന്തായാലും അപകട സ്ഥലത്ത് മീഡിയ വൺ സംഘം ഉടുപ്പിയാർ അരവിന്ദുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ റിപ്പോർട്ടിംഗിലേക്ക്, ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ മടങ്ങിയെത്താം. ഒരിടവേളയ്ക്ക് ശേഷം.